1 രൂപയ്ക്ക് കട്ടൻ ചായ കൊടുക്കുന്ന ഒരാളുണ്ട് കോഴിക്കോട് തളിയിൽ. ചായ കുടിച്ച സ്നേഹത്തിൽ എല്ലാവരുടെയും കുട്ടേട്ടനായി മാറിയ ഒരാൾ. ചെറുകടിയും ഒരു കട്ടൻ ചായയും 10 രൂപയ്ക്ക് കഴിക്കാം. കുട്ടേട്ടാ 1 രൂപയുള്ളൂ ചായക്ക്. എങ്ങനെ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് ഇക്കാലത്ത് ചായ കൊടുക്കാൻ പറ്റുന്ന? ചായ കൊടുക്കുക എന്നുള്ളതേ ലക്ഷ്യമുള്ളൂ. മാർഗങ്ങളൊക്കെ കൊണ്ടിരിക്കാതെ അത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത്. ചായപ്പൊടിക്ക് വില കൂടി, പഞ്ചസാരയ്ക്ക് വില കൂടി, ഒത്തുപോവോ? എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മൂത്ത മകള് കെമിസ്ട്രി PG കഴിഞ്ഞിരിക്കുക, ഇളയ മകള് മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ അത്ര വരെയൊക്കെ എത്തിക്കാൻ ഈ സാഹചര്യം കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അവർ വേണമെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ ഇളയ മൂത്ത മോളെ വിവാഹം കഴിച്ചു. വീട്ടിൽ നിന്ന് ആരെങ്കിലും പറയോ ചായക്ക് പൈസ കൂട്ടിക്കൂടെ? വീട്ടിൽ നിന്ന് പറയില്ല, വീട്ടിൽ നിന്ന് പ്രയാസം ഉണ്ടാവില്ല അവർക്ക്. അവരെ വരുമാനമല്ലേ ഈ പോകുന്നത്. അവർക്ക് കിട്ടേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടെ ഈ ത്യാഗം അവരും കൂടി കഴിക്കുന്നുണ്ടാവും. എന്നോട് പറയുന്നില്ല എന്നുള്ളത് വേറൊരു വിഷയം. എത്ര കൊല്ലായി ഈ കച്ചവടം തുടങ്ങിയിട്ട്? അത് 14 വർഷമായി ഞാനിതിങ്ങനെ ചെയ്യുന്നു. 1 രൂപയ്ക്ക്. ആ, എത്ര വയസ്സുണ്ടാവും? എനിക്കൊരു 19 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും. ചിലപ്പോൾ കൂടിയിരുന്നാൽ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. കാരണം ഞാൻ സത്യത്തിൽ ഒരു എന്താ പറയുക ചെറുപ്പക്കാരനാണ്. എന്തുകൊണ്ട്? പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട്. പ്രായം ഉണ്ടോയെന്നുള്ള പിന്നീടുള്ള കാര്യം. രാവിലെ എത്ര മണിക്ക് വരും ഇങ്ങോട്ട്? രാവിലെ വീട്ടിൽ നിന്ന് വരാൻ ഞാനൊരു 7, 8 മണിയൊക്കെ ആകുമ്പോൾ വരും. പക്ഷെ തുറന്ന് ഇവിടെ ആകുമ്പോഴത്തേക്ക് 9, 9:30 ആവും. വണ്ണേനെ അറിഞ്ഞിട്ട് നടത്തി. അപ്പം എനിക്ക് നോക്കണില്ല, പിന്നെ ആൾക്ക് എങ്ങനെ നോക്കൂ? കട്ടൻ ചായ നമുക്കൊരു ചായ ഒരു കടിയും എത്രക്ക് കിട്ടും? 10 രൂപയ്ക്ക് കിട്ടും. 10 രൂപയ്ക്ക് കിട്ടും ഒരു ചായ ഒരു കടി. 10 രൂപയും കൊണ്ട് വന്നാൽ മതി. മതി. എത്ര പേര് വരും ഒരു ദിവസം? അത് ഞാൻ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. എന്തായാലും ചിലപ്പോൾ ഒരു 10, 60, 70, 80 ആളൊക്കെ വരും. ചിലപ്പോൾ 100 ആളുകൾ മേലെ വരും. ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. ആദ്യം ഞാൻ ഇവിടെ ഉണ്ടാക്കലാണ്, ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, വാങ്ങിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആവാനാണ് സാധ്യത. ഇനി എനിക്ക് അറിയില്ല, ഇനി ആർട്ടിഫിഷ്യലായിട്ടാണോ എന്നറിയില്ല. എന്തിനാ ബോർഡ്? ഈ കടിക്കുന്ന നായ്ക്ക് എന്തിനാ തരാന്ന് ചോദിച്ചില്ലേ? ബോർഡെന്തിനാണ്? ബോർഡിലായിട്ട് അപ്പങ്ങളൊക്കെ എത്തി പറഞ്ഞത് രംഗത്തേക്ക് 10 നോക്കാം. ഐ വിൽ ട്രൈ. കേട്ടല്ലോ, ഇതാണ് കുട്ടേട്ടൻ. പാളയത്ത് തളി റോഡിലാണ് കുട്ടേട്ടൻ്റെ ചായക്കട. പേരൊന്നും നോക്കിയിട്ട് ആരും വരണ്ട. പേരും ഒന്നുമില്ലാത്തൊരു ചായക്കടയാണ്. ജേസുൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.